ഇത് സ്ത്രീകളുടെ ടോയ്ലറ്റാണ്, അതല്ലെങ്കിൽ ഇത് സ്ത്രീകളുടെ സീറ്റാണ്. നമ്മൾ ബസ്സിൽ പോകുമ്പോൾ അവിടെ സീറ്റുകളൊക്കെ ഫില്ലാണ്. അപ്പോൾ ലേഡീസ് സീറ്റ് അവിടെ കാലില്ല. ആ സമയത്ത് നമ്മൾ കൂടെ ലേഡീസ് ഉണ്ട്. ഞാൻ പറഞ്ഞു അവരോട് ബൈസാബ് ഏ മഹിലോങ്ക സീറ്റ്, മഹിലോങ്ക സീറ്റ്. അത് മലയാളം പോലെ തോന്നില്ല നിങ്ങൾക്ക്? മഹിള എന്ന് പറയുന്നത് മലയാളത്തിൽ മഹിള, ഇത് മഹിള എന്ന് അവർ പറയാറുണ്ട്. ഈ മഹിലോങ്ക സീറ്റ്, മഹിള എന്ന് പറയുന്നത് സ്ത്രീ എന്നാണ്. മഹിള, നമ്മൾ മലയാളത്തിൽ മഹിള എന്ന് പറയുന്ന പഴയ മലയാള വേർഡാണ്. അതാണ് ഒന്നാമത്തെ. സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് മഹിള എന്ന് പറയും, മഹിള എന്നാണ് കേൾക്കുള്ളൂ. ഓക്കെ. എന്നാൽ അതിൻ്റെ സാധാരണ ഉപയോഗിക്കുന്ന വേർഡ് അതല്ല. സാധാരണ ഉപയോഗിക്കുന്ന ഔറത്ത് എന്നാണ്. അതും ഉറുദുവിൽ നിന്ന് വന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഔറത്തോങ്ക സീറ്റ്. ഈ ഔറത്തോങ്ക ടോയ്ലറ്റ് ഔറത്തോങ്ക, ഔറത്ത് എന്ന് പറയുന്നത് സ്ത്രീ എന്നാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു പുരുഷന് മർദ് എന്ന് പറയും. മർദ് ഔർ ഔറത്ത്, മർദ് ഔർ ഔറത്ത്, സ്ത്രീയും പുരുഷനും. മർദോങ്ക ഔറത്തോങ്ക എന്ന് പറയും. ഓക്കെ. ഔറത്ത് എന്നാണ് സ്ത്രീകൾക്ക് പറയാം. ഇനി പ്യൂർ ഉറുദുവിൽ സാധാരണ നല്ല നല്ല പൊസിഷനിലൊക്കെ ആ വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഖാത്തൂൻ എന്ന് പറയുന്നൊരു വേർഡ് ഉണ്ട്. ഖാത്തൂൻ, യെ ഖവാത്തീൻ കെ ഹെ, യെ ഖവാത്തീൻ കെ ഹെ. ഇത് പ്യൂർ ഉറുദു ആണ്. പക്ഷേ നോർത്ത് ഇന്ത്യയിലൊക്കെ സാധാരണ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നിടത്ത് ഉപയോഗിക്കുന്ന ഒരു വേർഡ് കൂടിയാണെന്ന് മനസ്സിലാക്കി പോകാഞ്ഞാൽ പണി കിട്ടും ചിലപ്പോൾ. യെ ഖവാത്തീൻ കോ സീറ്റ്, ഭായ് സാബ് യെ ഖവാത്തീൻ കോ സീറ്റ്, മർദോം ബൈഠ് നഹീ സക്താ, മർദോം ബൈഠ് നഹീ സക്താ. പുരുഷന്മാർ ഇവിടെ ഇരിക്കാൻ പറ്റൂല. യെ ഖവാത്തീൻ കോ സീറ്റ്, ഖവാത്തീൻ കാ സീറ്റ്, ലേഡീസിൻ്റെ സീറ്റാണ്. ഖവാത്തീൻ കോ ഹെ എന്ന് പറഞ്ഞാൽ അവർക്കുള്ളതാണ് എന്ന് പറയാം. ഓക്കെ. അവിടെ ഖാത്തൂൻ ഖവാത്തീൻ എന്നതിനേക്കാളും ഔറത്ത് എന്ന് പറയുന്ന വേർഡാണ് കൂടുതൽ ഉപയോഗിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു മഹിള എന്നതാണ് അതിൻ്റെ പ്യൂർ ഹിന്ദി വേർഡ്. അപ്പോൾ ഈ വേർഡ്സൊക്കെ നിങ്ങൾ കവർ ചെയ്തിട്ട് വേണം സംസാര ഭാഷയിലേക്ക് ഇറങ്ങാൻ. അതല്ലെങ്കിൽ പിന്നെ പരീക്ഷ ജയിക്കും, സംസാരിക്കാൻ കഴിയില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് മർദ് എന്ന് പറയുന്നത് പുരുഷനെന്നും ഔറത്ത് എന്ന് പറയുന്നത് സ്ത്രീ എന്നാണ്. അപ്പം മർദിന് തന്നെ പുരുഷ് എന്ന് പറയുന്ന ഒരു വേർഡുണ്ട്. നിങ്ങൾക്കറിയാം ഹിന്ദി എന്ന മലയാളം തന്നെയാണ്. പുരുഷ് എന്ന് പറയുന്ന വാക്കും പുരുഷനെ കുറിച്ച് പറയും. പുരുഷ് എന്ന് പറയുന്നത് പറയും. മഹിള എന്നുള്ളതിന് വരെ മഹിള അതേ വേർഡ് ഉപയോഗിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ ഒന്നുകൂടി പറയാം. ഔറത്തോ ഹമാര ഔറത്തോ കഹാം ബൈഠേങ്കെ, ഹമാര ഔറത്തോ കഹാം ബൈഠേങ്കെ. നമ്മുടെ ലേഡീസിന് അവരെവിടെ ഇരിക്കും? ഔറത്തോं को यहाँ बैठ सकती हैं, औरतों यहाँ बैठ सकती हैं, औरतों यहाँ बैठ सकती हैं. ഔറത്തോ എന്ന് ലേഡീസിന് ഇവിടെ ഇരിക്കാം. ഔറത്ത്. ഇനി ഇതിൽ ഒന്നുകൂടി നമ്മൾ ഡീപ്പായി പറയുകയാണെങ്കിൽ ലടുക്കി എന്ന് പറയുന്നത് പെൺകുട്ടിക്ക്, ഗേൾസ് പറയുമല്ലോ, പെൺകുട്ടിക്ക് ലടുക്കി, ലടുക്കിയാ പെൺകുട്ടികൾ എന്ന് പറയും. ഹമാര ലടുക്കിയാ സാത്ത്, ഹമാരി ലടുക്കിയാ സാത്ത്, ഹമാരെ ലടുക്കിയാ സാത്ത്, നമ്മുടെ പെൺകുട്ടികൾ കൂടെ ഉണ്ട്. ഈ ലടുക്കിയാ കെ എന്ന് പറയാം. ഓക്കെ.